നമസ്കാരം. ഇറാനും യുഎസും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാലും യുദ്ധഭീതി നിലനിൽക്കുന്നതിനാലും ഇന്ത്യ തങ്ങളുടെ ഊർജ വിതരണങ്ങൾ സുരക്ഷിതമാക്കാനുള്ള വഴികൾ ഇപ്പോൾ തേടുകയാണ്. ഇരു രാജ്യങ്ങളും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് ഉറപ്പായതോടെയാണ് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഉൾപ്പെടെയുള്ള വലിയ ചോദ്യചിഹ്നമായി അടുത്തിടെ മാറിയത്. ലോക ക്രൂഡ് ഓയിൽ നീക്കത്തിൽ 20% നടക്കുന്ന ഹോർമുസ് കടലിൽ താൽക്കാലികമായി അടച്ചേക്കാമെന്ന് ഇറാൻ സൂചന നൽകിയതിന് പിന്നാലെ ആശങ്ക ഉയരുകയായിരുന്നു. ഇത് സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യയുടെ എണ്ണ ദ്രവീകൃത പ്രകൃതിവാതക വിതരണത്തെ സാരമായി ബാധിക്കുമെന്നതാണ് കാരണം. ഇന്ത്യയുടെ 90% ക്രൂഡ് ആവശ്യകതയും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. ഇതിൽ തന്നെ 40% അധികവും പശ്ചിമേഷ്യയിൽ നിന്നാണ് ഈ കടൽപാത വഴിയാണ് എത്തുന്നത്. അവിടെയാണ് ഇറാൻ നടത്തുന്ന ഈ നീക്കം ഇന്ത്യക്ക് വലിയ രീതിയിൽ ഇരുട്ടടിയാവാമെന്ന ആശങ്ക ഉയർന്നു വന്നത്. ഇത്രയൊക്കെയാണ് എങ്കിലും ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യ പോംവഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹോർമുസ് അടച്ചാൽ UAE-യുടെ 360 കിലോമീറ്റർ ഹബ്ഷാഡ് ഫുജറൈസ്, സൗദി അറേബ്യയുടെ 1200 കിലോമീറ്റർ ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈനുകൾ വഴിയും വിതരണം ഉറപ്പാക്കാൻ ഇന്ത്യ ശ്രമിക്കും. ഇവ ചെങ്കടൽ വഴി ലഭ്യമാക്കുമെന്നാണ് കാര്യം. അഡ്നോക് നിയന്ത്രിക്കുന്ന ഹബഷാൻ ഫുജറൈ പൈപ്പ് ലൈനിൽ 1.5 ദശലക്ഷം ബാരൽ പ്രതിദിന ശേഷിയുണ്ട്. UAE-യുടെ 60% എണ്ണ കയറ്റുമതിയും ഹോർമുസ് ഒഴിവാക്കി ഇതുവഴി നടത്താമെന്നാണ് ആശ്വാസകരമായ ഒരു കാര്യം. സൗദി അരാംകോയുടെ ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ചെങ്കടലിലെ യാൻബൂർ തുറമുഖം വഴി 5 ദശലക്ഷം ബാരലിലധികം എണ്ണ പ്രതിദിനം എത്തിക്കാൻ സാധിക്കും. ഇത് സൗദിക്ക് ഹോർമുസ് ഒഴിവാക്കാനുള്ള ശേഷി നൽകുന്നുണ്ട്. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിയതിലെ ഇന്ത്യയുടെ വിഹിതം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് നിർണായകം കൂടിയാകുന്നത്. സൗദിയിൽ നിന്നുള്ള ഇറക്കുമതി 6 വർഷത്തെ ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ് നിലവിൽ. ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കുകയും 74 ദിവസത്തേക്ക് തന്ത്രപരമായ എണ്ണ ശേഖരം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ആവശ്യകതയുടെ 1/3 വാങ്ങിയെങ്കിലും സമീപകാല പ്രവണതകൾ കാണിക്കുന്നത് മോസ്കോയിൽ നിന്നുമുള്ള എണ്ണയുടെ വിഹിതം കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വാസ്തവമാണ്. യുഎസിന്റെ കടുത്ത എതിർപ്പ് കണക്കിലെടുത്തും വ്യാപാര കരാറിലെ നിബന്ധനകൾ അനുസരിച്ചുമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ തഴയുന്നത്. അതിനിടെ ക്രൂഡ് ലഭ്യതയേക്കാൾ ആഗോള തലത്തിൽ അടുത്തിടെ ഉണ്ടായ വില വർധനവാണ് പ്രധാന ആശങ്കയെന്നും ഊർജ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു ബാരലിന് $10 കൂടുമ്പോൾ ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ചെലവ് 13 മുതൽ 14 ബില്യൺ ഡോളർ വർദ്ധിക്കുമെന്നതാണ് ഇതിലെ കണക്കിന്റെ കളി. അതായത് ചെറിയ വില വർധനവ് പോലും ഇന്ത്യക്കുണ്ടാവുക വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ആ നഷ്ടം നികത്താൻ ഇന്ത്യ എന്തു മാർഗവും സ്വീകരിക്കുമെന്നതാണ്.